ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ചെയ്തെടുക്കുന്ന സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ദോശയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളതിന് സൈഡ് ഡിഷ് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും റെസിപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എന്ന് കാണാം. അപ്പോൾ സാധാരണ ദോശയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനായി ഈ അരി, ഉഴുന്ന്, ഉലുവ ഇതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിരാനായി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു അളവ് കപ്പിൽ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 കപ്പ് പച്ചരി. അപ്പോൾ അത് സെയിം കപ്പിൽ തന്നെ 2 കപ്പ് ഇഡ്ഡലി അരിയും, പിന്നെ ഒരു 2 നുള്ള് ഉലുവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുതിരാനായി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് ഒന്നിച്ച് തന്നെ കഴുകിയെടുത്തു. 2-3 പ്രാവശ്യം കഴുകി. ഇനി നമുക്കൊരു 4-5 മണിക്കൂർ ഇത് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ അരി, ഉഴുന്ന് എല്ലാം തന്നെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ കൂടെ, നല്ല വൈറ്റായിട്ടുള്ള 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് അരിയൊക്കെ അളന്ന അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിതിപ്പോൾ അരച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ അരഭാഗം മാത്രമേ അരഭാഗത്തിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് പൊങ്ങുന്നത് കുറച്ചൊക്കെ ക്ലൈമറ്റിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് കലക്കി ദോശ ഉണ്ടാക്കാം. ഇതിനുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് അധികം എരിവില്ലാത്ത ഒരു ചമ്മന്തിയാണ്. ഇപ്പോൾ ഞാൻ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, ചെറിയ ഉള്ളി, ഒരല്പം പുളി, ഉപ്പ്, പിന്നെ 1 പച്ചമുളക്. ഇതിന് നമുക്ക് ഒരുപാട് വെള്ളമാക്കാതെ അരച്ചെടുക്കാം. അടുത്തത് നമുക്ക് എരിവുള്ള ഒരു ചട്നി ഉണ്ടാക്കാം. അത് പെട്ടെന്ന് 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ 1 സവാള നല്ലപോലെ തൊലി കളഞ്ഞിട്ട് കഴുകി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഒരു പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചതിന് ശേഷം
വെളിച്ചെണ്ണയും ചേർത്ത് ഉപയോഗിക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് മാവെടുത്തു, ഒരല്പം 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. കല്ല് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.